It's Nia. It's Namida. Welcome to our podcast. It's all about sisters. ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിലെ സെക്കൻഡ് എപ്പിസോഡാണ്. അപ്പോൾ ഞങ്ങളുടെ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു 15 അത്രയും ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ ഓരോരോ ക്വസ്റ്റ്യൻ ചോദിക്കും. അത് ഞങ്ങൾ രണ്ടുപേരും വി ആർ ബോത്ത് ഗോണ ആൻസർ ദം. ഞങ്ങൾ രണ്ടുപേരും അത് ആൻസർ ചെയ്യും. അപ്പോൾ ഒരു ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഞങ്ങൾ ഏത് പേഴ്സണാലിറ്റി ഏത് കാറ്റഗറിയിലാണ് ഞങ്ങൾ പെടുന്നതെന്ന്. നമുക്ക് ക്വസ്റ്റ്യൻസ് തുടങ്ങിയാലോ? ഓക്കെ, ഒരു കാര്യമുണ്ട്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ട്യൂസ്ഡേയും സാറ്റർഡേ ആണ് വീഡിയോ ഞങ്ങളുടെ പോഡ്കാസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഇന്നലെ സാറ്റർഡേ ആയിരുന്നു, ഇന്ന് സൺഡേ ആണ്. ഞങ്ങൾ ഒരു ഡേ സ്കിപ്പ് ചെയ്തു, സോറി. കുറച്ച് സ്റ്റഡീസ് ഉണ്ടായിരുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇനി നമ്മൾ റെഗുലറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ട്യൂസ്ഡേ ആൻഡ് സാറ്റർഡേസ് ആണ് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻസ് തുടങ്ങാലോ? ഞാൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഡു യു ലൈക്ക് മീറ്റിംഗ് ന്യൂ പീപ്പിൾ? ഓക്കെ, ഒരു കാര്യം പറയാം. ഞാൻ പൊതുവേ ഒരു ഷൈ ടൈപ്പാണ്. അപ്പം എനിക്ക് കുറച്ച് ടൈം എടുക്കും ആളുകളായിട്ടൊരു മീറ്റ് ചെയ്ത് അതിലേക്ക് വരാൻ അവരുടെ. അങ്ങനെ ഞാൻ ഓപ്പണാണ്, അത്യാവശ്യം ഓപ്പണാണ്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയായിരിക്കും. അത്യാവശ്യം നന്നായിട്ട് ബ്ല 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 സംസാരിക്കുന്ന ഒരു ടൈപ്പ് തന്നെയാണ് ഞാൻ. ചേച്ചിക്ക് അറിയായിരിക്കും, ഞാൻ ഇങ്ങനെ ബ്ല ബ്ല സംസാരിക്കുന്ന ആളാണ്. ഇപ്പോൾ പുതിയ ആൾക്കാരോട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് കുറച്ച് ടൈം എടുക്കും. എന്താ സംസാരിച്ച് വരുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കും. സംസാരിച്ച് കഴിയുമ്പോൾ സീനില്ല, അവരായിട്ട് പൊരുത്തപ്പെട്ട് പോകും. ഇല്ല ഇല്ല, എനിക്ക് ടിൻഡർ അക്കൗണ്ട് ഇല്ല. സെർച്ച് ചെയ്തിട്ടോ പോയിരുന്നു, എനിക്കില്ല. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് അക്കൗണ്ട് ഒന്നുമില്ല കേട്ടോ. അപ്പം മീറ്റിംഗ് ന്യൂ പീപ്പിൾ എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമാണ്. പക്ഷേ എങ്ങനത്തെ ആളാന്ന് നമുക്ക് ആദ്യമേ തന്നെ പറയാൻ പറ്റില്ല. അപ്പം എനിക്ക് കുറച്ച് സമയം വേണം അവരൊന്ന് അനാലിസ് ചെയ്യാൻ. അതാണ് എൻ്റെ കാര്യം. ചേച്ചിയുടെ പറഞ്ഞേ. എനിക്ക് ഇഷ്ടമാണ് പുതിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെടുന്നത്. ഞാനും ഇവിടെ കുറച്ച് ഷൈ ടൈപ്പാണ്. പക്ഷെ അപ്പോ ഞാൻ ഇങ്ങനെ എനിക്ക് ആൾക്കാർ ഇങ്ങോട്ടൊന്നും സംസാരിക്കില്ലേ, അപ്പൊ ഒരു ഷൈനെസ് ഉണ്ടാവും. എനിക്ക് നേരെ തിരിച്ചാണ്, എനിക്ക് അങ്ങോട്ട് പോയി സംസാരിക്കാനാണ്. പക്ഷെ ഞാനിപ്പോ അവര് സൈലന്റ് ആയിട്ട് ഇരിക്കണേന്ന് ഓർത്തു. അപ്പൊ ഞാൻ അവിടെ പോയി സംസാരിക്കൂല, അങ്ങോട്ട് പോയി. അപ്പൊ പിന്നെ എനിക്ക് കംഫർട്ടബിൾ ആണ്. എനിക്ക് ഇങ്ങോട്ടൊന്ന് ഇടിച്ചു കയറി സംസാരിക്കുമ്പോ ഒരു ഷൈനെസ് ഉണ്ടാവും. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് അങ്ങോട്ട് പോയി സംസാരിക്കുമ്പോൾ കുറച്ചു നാണമുണ്ട്. സംസാരിച്ചു തുടങ്ങിയ സീനില്ല, ഞാൻ അങ്ങനെ സംസാരിച്ച ആ ഫ്ലോയില് പോവും, അത്രേ ഉള്ളൂ. സിമിലർ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡു യു ലൈക്ക് ഹെൽപ്പിംഗ് പീപ്പിൾ ഔട്ട്? പക്ഷെ ഓവറായിട്ടല്ല, ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ എനിക്കും അത് തന്നെ, എനിക്ക് അങ്ങനത്തെ ഒരു ഇത് തന്നെയാണ്. ഹെൽപ്പിംഗ് പീപ്പിൾ ഔട്ട്, യെസ് ഓഫ് കോഴ്സ്, ഐ വുഡ് ലൈക്ക് ടു സേ യെസ്. എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമെന്നല്ല, അത് നമ്മൾ കടമയാണ്, ഒരു ഹ്യൂമാനിറ്റി എന്ന് പറയും മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ. പക്ഷേ നമുക്കൊരു ലിമിറ്റ് ഉണ്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ. നിങ്ങൾ തെറ്റായിട്ടൊന്നും ഉദ്ദേശിക്കരുത്. ഓവറായിട്ട് ഹെൽപ്പ് ചെയ്യണം എനിക്ക് അത്ര ഇഷ്ടമല്ല. നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ഓവറായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയാൽ അതാ നമുക്ക് തന്നെ ഒരു ഭവിഷ്യത്തമായിട്ട് വരും, പ്രോബ്ലമായിട്ട് തിരിച്ചടിച്ച് വരും. അപ്പോൾ ഒരു ലിമിറ്റ് അനുസരിച്ച് നിന്നാ നല്ലതായിരിക്കും ഇൻഡിവിജ്വലായിട്ട്. പറയണ കേട്ടാ തോന്നുന്നു ഒരു 40 വയസ്സുള്ള ഒരു ആളുടെ. ഞാൻ കുട്ടിയാ, 19 വയസ്സില്ലേ, അഡൽട്ടായില്ലേ. What do you if you been justified blamed for something you didn't do? ഓക്കെ, അതിനെ എപ്പോഴും സംഭവിക്കണ കാര്യമാണ്. ചേച്ചിയുടെ അങ്ങനെ പറയത്, ചേച്ചി ഒപ്പിക്കണ പാരകൾ ഇരിക്കായിരിക്കും. വീട്ടിലെ കാര്യം ഉണ്ട്, അല്ലാതെ പുറമേ ഉള്ള കാര്യമല്ല. വീട്ടില് വില ഒപ്പിക്കണ എന്തെങ്കിലും കാര്യമൊക്കെ എനിക്ക് വരാറുണ്ട് അങ്ങനെ. അതല്ലാണ്ട് പുറത്ത് എനിക്ക് ദേഷ്യം കയറും. പുറത്തെ കാര്യം ഇവിടെ എന്തെങ്കിലും തുണിയൊക്കെ വലിച്ചു വാരിട്ടായിരിക്കും അമ്മ ദേഷ്യം ചോദിക്കും, ഇത് ആരാ ചെയ്തേക്കണേ, പുറമേ നീയാണമ്മേ. എന്തെങ്കിലും ചെറിയ അങ്ങനത്തെ ചെറിയ കാര്യത്തിലാണ്. വലിയ വലിയ കാര്യത്തിലാണെങ്കിൽ എനിക്ക് ദേഷ്യം കയറും. അങ്ങനത്തെ ഒരു ആളാണ്. ബീങ് ഹോണസ്റ്റ്, എനിക്ക് പൊതുവെ ദേഷ്യമുണ്ട്.
അത് ഞാൻ സമ്മതിച്ച് തന്ന്. അപ്പൊ സമ്മതിച്ച് തരാ, ശരി. അപ്പൊ ഈ കാര്യം പറയട്ടെ, വേറൊരാള് ചെയ്ത കാര്യം ഞാൻ ഏറ്റെടുക്കാൻ എനിക്ക് തയ്യാറല്ല. ഞാൻ എൻ്റെ ഒപ്പീനിയൻ ഞാൻ ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞതാണ്. ചേച്ചിയുടെ കാര്യം പറ. തയ്യാറല്ല. ചെറിയ ചെറിയ കാര്യമാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ വലിയ സീൻസ് ഒന്നും നമുക്ക് ഏറ്റെടുക്കുന്ന കാര്യമൊന്നും ഇല്ല. അവര് ചെയ്ത് എന്തിനാണ് നമ്മൾ ഏറ്റെടുക്കണം? ഓക്കെ, ഏകദേശം നിങ്ങക്ക് ഐഡിയ ഇട്ടിട്ടുണ്ടാവും ഞങ്ങൾ ഏത് കാറ്റഗറി പെട്ട ആൾക്കാരാണ്. How long does it take you to calm down when you have been angry? ചേച്ചി എന്റെ കാര്യം പറ, എന്നെ കുറിച്ചുള്ള കാര്യം. സമയം പിടിക്കും, അത്ര സമയമൊന്നും പിടിക്കൂല. 1.5 ദിവസോ? ഇല്ല ഞാൻ അപ്പൊ തന്നെ ചേച്ചി ദേഷ്യം കയറാറുണ്ട്. അത് ഇല്ലേ? ഇല്ല, ചേച്ചി ദേഷ്യം കേറുമെന്ന് വെച്ചാൽ 1.5 ദേഷ്യം വയ്ക്കും. എനിക്ക് ചേച്ചി ഒച്ചപ്പാട് ഉണ്ടാക്കിയാൽ ഞാൻ മൈൻഡ് ചെയ്യൂല, ഞാൻ ആ വഴിക്ക് പോകും. അപ്പൊ അത് അങ്ങോട്ട് തീർന്നു. ഞാനങ്ങനല്ല, ഇയാള് പുറകെ കിടക്കും ഞാൻ ദേഷ്യപ്പെട്ട. അപ്പൊ എനിക്ക് വീണ്ടും ദേഷ്യം കേറും. അങ്ങനത്തെ പക്ഷെ കടിച്ചു പിടിച്ചിരിക്കും. എന്നെ കളിയാക്കും. കാരണം എന്റെ ഫേസും ഇങ്ങനെയാണ് പൊതുവെ. ഇല്ല, തമ്മിലായിട്ട് കൊടുക്കുക. ഇല്ല, ആ ഫേസ് ആണ് എന്റെ പൊതുവെ. അപ്പൊ ആളുകൾ ചോദിക്കും, ഈ കൊച്ചിനെന്താ ജാടയാണോ, അങ്ങനെയൊക്കെ ചോദിക്കും. കാരണം എന്റെ പൊതുവെ എന്റെ ഫേസ് അങ്ങനെയാണ്. ഞാൻ കാര്യം പറയട്ടെ, ഇപ്പൊ നമ്മുടെ ഫേസ് അങ്ങനെയെന്ന് വിചാരിച്ചു. അപ്പൊ ആളുകൾ ചോദിക്കും, ഈ കൊച്ചിനെന്താ ജാടയാണ്, ഈ കൊച്ചിന്റെ ഫേസ് എന്താണ്, ചിരിക്കൂലേ, ഇതില്ലേ അങ്ങനെ ചോദിക്കും. അപ്പൊ നമ്മ ചിരിച്ചാ എന്ത് ചോദിക്കും? ചിരിച്ചവര് ചോദിക്കും, ഈ കൊച്ചെന്താ വട്ടാണോ വെറുതെ ചിരിച്ചോണ്ടിരിക്കാൻ, ചിരിക്കണവരെ വേറെന്തോട് പറയണേ, അങ്ങനെയൊക്കെ പറയും. ആളുകൾ അങ്ങനെയാണ്, നമുക്കൊന്നും പറയാനില്ല. അപ്പൊ എനിക്ക് ജാടയൊന്നുമില്ല. ഞാൻ ഇല്ല എനിക്ക് ജാടയില്ല, പക്ഷെ എന്നാലും കുറച്ച് ദേഷ്യമുണ്ട്. ദേഷ്യപ്പെട്ട എന്റെ മുഖത്ത് പെട്ടെന്ന് അറിയാനും പറ്റും. കടിച്ചു പിടിച്ചൊക്കെ ഇരിക്കും, അങ്ങനത്തെ ടൈപ്പാണ്. ആ ശബ്ദത്തിലെല്ലാം അറിയാൻ പറ്റും. അതുകൊണ്ട് പല്ലൊക്കെ ഇളകി പോയിട്ടുണ്ട്. ഓക്കെ, ചേച്ചി ഓക്കെ. Disappointed. Okay. I would like to say yes, I am disappointed. എന്ത് കാര്യത്തിലാന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യം നടപ്പിലാക്കാതെ വന്നാൽ എനിക്ക് ദേഷ്യം കയറും. എനിക്ക് അങ്ങനത്തെ കാര്യത്തിലാണ് പെട്ടെന്ന് ദേഷ്യവും എന്നതോ ഇടി പിടിക്കാതെ. കാരണം എനിക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണ്. അപ്പൊ എനിക്ക് നടപ്പിലാക്കാതെ വന്നാൽ എനിക്ക് ഡിസപ്പോയിന്റഡ്. ഓഫ് കോഴ്സ് എല്ലാവർക്കും വലിയ കാര്യമാണ്. ചേച്ചിക്ക് എന്ത് കാര്യത്തിലാണ് ഡിസപ്പോയിന്റ്മെന്റ്? സ്റ്റഡീസിലായിരിക്കും ഓക്കെ പൊതുവെ വരാറ്. അതല്ലാണ്ട് വേറെ അങ്ങനെ വരാനുള്ള ചാൻസ് ഇല്ല അല്ലേ? അതെന്താണ് അത്ര സീക്രറ്റ്? ഇല്ല, സ്റ്റഡീസിലായിരിക്കും ഞാൻ കണ്ടിട്ടുള്ള പൊതുവെ ഡിസപ്പോയിന്റ്മെന്റ് വരുന്നത് ചേച്ചിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കണ്ട. ഡു യു സെറ്റ് അപ്പ് ലോങ് ടേം ഗോൾസ്? എന്തെങ്കിലും ഫ്യൂച്ചറിന് വേണ്ടി എന്തെങ്കിലും ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യാറുണ്ടോ? പിന്നെ എന്താണ് ഒരു ഗോൾ പറഞ്ഞേ? ലൈഫിൽ ഏറ്റവും ആഗ്രഹമുള്ള ഒരു ഗോൾ? അതല്ല, സീരിയസ് ആയിട്ട് എടുക്ക്. അതൊരു ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു ഇത് കണ്ട കേട്ടോ, ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെമ്മെ കണ്ടതാണ്. ഈ പുറത്ത് നമ്മുടെ ഇന്ത്യയിലൂടെ പുറത്തുള്ള കൺട്രീസിലൊക്കെ അവര് പഠിപ്പിക്കണത് അവന്റെ രാജ്യത്തെ നയിക്കാൻ വേണ്ടിയാണ്.
പക്ഷെ നമ്മുടെ ഇവിടെ പഠിപ്പിക്കണത് പുറത്തു പോയി സെറ്റിലാവാൻ വേണ്ടിയാണ്. അതെനിക്ക് തോന്നിയ സത്യസന്ധമായ കാര്യമാണ്. നമ്മുടെ ഇവിടെ പണിക്കൊണ്ടവര് ഒരു ബംഗാളികളാണ്. അപ്പൊ നമ്മ അബ്രോഡിൽ പോയി പണിയെടുക്ക അത് തെറ്റല്ല എന്നല്ല. എൻ്റെ അച്ഛൻ പുറത്താണ് കേട്ടോ, അബ്രോഡിലാണ്. അപ്പൊ ഞാൻ പറയാന്ന് വെച്ചാ പൊതുവേ നമ്മുടെ നാട്ടിലെല്ലാരും പുറത്തുപോയി വേറെ നാട്ടിലെ ആൾക്കാരായിരിക്കും നമുക്ക് വേണ്ടി പണി ചെയ്യാൻ വന്നത് ഇവിടെ. എൻ്റെ ഒരു ലോങ് ടേം ഗോൾസ് എന്ന് പറഞ്ഞാ ഇല്ല അങ്ങനത്തെ വലിയ കാര്യമൊന്നും എനിക്ക് താങ്ങാൻ പറ്റാത്തൊന്നും ഞാൻ ഇല്ല. എനിക്കൊരു ഫിറ്റ്നസ് ഗോൾ ഉണ്ട്. അല്ല ചേച്ചിയാണ് അത്. അപ്പൊ എനിക്കൊരു ഫിറ്റ്നസ് ഗോൾ ഉണ്ട്. എനിക്ക് ഇങ്ങനെയൊന്നും ആവണം. അന്നേരം വല്ലവന് വേണ്ടിയല്ല, എനിക്ക് തോന്നി എനിക്ക് അങ്ങനെ ആവണം. അല്ലാണ്ട് വേറെ ആരും പറഞ്ഞിട്ടൊന്നും അല്ല ഞാൻ ചെയ്യാൻ പോണത്. അങ്ങനെ ചെയ്യുകയും വേണ്ട. നിങ്ങൾക്ക് തോന്നിയ കാര്യം ചെയ്താൽ മതി. ഇപ്പൊ എല്ലാവരും വന്ന് കളിയാക്കിയതും പറഞ്ഞും ചെയ്യണ്ട. ഇല്ല, ഞാൻ ഇതും പറഞ്ഞ് കൊറേ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടില്. മണ്ണുണ്ടെന്ന് പറഞ്ഞ് ഇല്ല കെൻഡൽ ജെന്നറോ എൻ്റെ പൊന്നോ അല്ല. ഞാൻ ഇടക്ക് പറയാറുണ്ട് അമ്മേനോട് മണ്ണുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കരയാറുണ്ട്. ഞാൻ പറയും ആഴ്ചയിൽ പറയാത്ത ദിവസങ്ങളില്ല ഞാൻ ഈ കാര്യത്തെ പറ്റി. ഞാൻ സീരിയസ്ലി ഞാൻ കരയാറുണ്ട് മണ്ണുണ്ടെന്നും പറഞ്ഞ്. ഞാനൊരു ഇടക്ക് ഞാൻ പറയാറുണ്ട്. ചേച്ചിക്ക് അറിയോന്നറിയില്ല. അമ്മേനോട് പറയും ഞാൻ, അമ്മ എനിക്ക് വണ്ണമുണ്ട്, ഞാൻ ഇനി പുറത്തൊന്നും ഇറങ്ങണില്ല എന്ന് പറഞ്ഞ ഓർമ്മയുണ്ട? ഇല്ല ഞാൻ സീരിയസ്ലി എനിക്ക് ഇടക്കൊക്കെ എനിക്ക് എനിക്കറിയില്ല എന്താന്നറിയില്ല. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. എന്നാലും എനിക്ക് എന്തോ ഞാൻ ചെറുപ്പത്തിലോട്ടേ എനിക്കൊരു അതല്ല ഞാൻ ചെറുപ്പത്തിലോട്ടേ കേട്ട് വളർന്നുകൊണ്ടായിരിക്കും എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ മുദ്ര പോലെ ഇങ്ങനെ സ്റ്റാമ്പ് പോലെ നമ്മുടെ മനസ്സിൽ പതിപ്പിച്ചിരിക്കണ പോലെ നീ ഇങ്ങനെയാണ്, നീ ഇങ്ങനെ മാറാൻ പറ്റൂല. അതുകൊണ്ട് എനിക്കൊരു ഇതുണ്ട്. ഇല്ല അപ്പൊ ലോങ് ടേം ഗോൾസ് എന്ന് പറയുന്നത് എനിക്ക് ഓഫ്കോഴ്സ് ഒന്ന് സെറ്റിൽ ആവണം. എനിക്ക് പിന്നെ പോലീസ് ടെസ്റ്റ് ചെയ്തോളുന്നുണ്ട്. താങ്ങാൻ പറ്റാത്തൊക്കെ എടുക്കാൻ പോണേ ഞാൻ. ഇല്ല എനിക്ക് ആഗ്രഹമുണ്ട്. ചേച്ചിക്ക് അങ്ങനെ എന്ത് കോഴ്സ് എന്ത് ഒരു അംബീഷൻ ഉണ്ടാവില്ല? എന്താണ് ഇവിടെ എന്താ കുഴപ്പം? ഇവിടെ കുഴപ്പമുണ്ടായിട്ടില്ല. എനിക്ക് ഇന്ത്യയിൽ തന്നെ വേറെ എവിടെയെങ്കിലും പോയിട്ട് അബ്രോഡ് പോകണ്ട, പഠിക്കണമെന്നാണ് എനിക്ക്. ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കാറില്ല. വീട്ടിൽ വിട്ടാ മതി. ഒരു ദിവസം പറഞ്ഞ് വർഷങ്ങളോട്ടേ പറയാറ് ഒരു ദിവസം. പക്ഷെ വീട് സ്കൂളിൽ വിട്ടാ വീട്. അതെ ആ ഒരു അവസ്ഥയാണ്. പക്ഷെ കുറച്ച് സെറ്റിലൊക്കെ ആയി, പൈസ കിട്ടിയിട്ട് ഇടക്ക് മന്ത്ലി എപ്പോഴെങ്കിലും പുറത്തൊക്കെ പോയി ട്രിപ്പൊക്കെ പോയി എനിക്ക് അങ്ങനത്തെ ഒരു ഇത് സെറ്റപ്പാണ് എനിക്കിഷ്ടം. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടം. മതിയായിരുന്നു. നടക്കേ ഉള്ളു. നമ്മൾ നടക്കും. How often do you go out into a social environment or a public place? നീ പറഞ്ഞത് സോഷ്യൽ ലൈഫാണ് ഇഷ്ടം, ഒരു പ്രൈവസി ഉള്ള ലൈഫാണ് ഇഷ്ടം? എനിക്ക് പ്രൈവസി. ഫുൾ പ്രൈവസി അല്ല. നമുക്ക് ഒറ്റക്ക് ജീവിക്കണായിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇതാണുള്ളത്. കാരണം നമുക്ക് വല്ല ഹെൽപ്പ് വേണമെങ്കിൽ അടുത്തൊരാളുകളെ ഉണ്ടാവുള്ളല്ലോ. അപ്പൊ അത്യാവശ്യം നമ്മ രണ്ടും ബാലൻസ് ചെയ്ത് നിക്കണോന്നാണ് എൻ്റെ ഒരു ഇത്. ചേച്ചിയുടെ കൺസെപ്റ്റ് ഉണ്ടോ? ഫുൾ പ്രൈവസി കാര്യം പറ്റും. നമുക്ക് നമ്മുടെ അടുത്തുള്ള ആൾക്കാരായിട്ട് നമ്മൾ മിങ്കിളായില്ലെങ്കിൽ നമുക്ക് വലിയ ആവശ്യം വരുമ്പോ അവരുണ്ടാവൂല. അതാ ഞാൻ പറഞ്ഞ ഒരു ബാലൻസ്ഡ് ഇതല്ലേ ഉദ്ദേശിക്കുന്നത്. പിന്നെ എനിക്ക് പരിദൂഷണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. എന്താ എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇല്ല റേച്ചൽ ഗ്രീൻ മറ്റേ ഫ്രണ്ട്സി പറഞ്ഞ പോലെ
ഐ ഡോണ്ട് ഗോസിപ്പ്. ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ ഞാൻ വേറൊരായിട്ട് പാസ് ചെയ്യുള്ളൂ. അത് തന്നെയല്ലേ ഞാൻ ചെയ്യണം. ഒരു സോഷ്യൽ ഹെൽപ്പ് എനിക്ക് അത്ര തോന്നിയുള്ളൂ. അപ്പം എനിക്ക് തന്നെ സോഷ്യൽ ലൈഫും ഇത് എനിക്ക് ബാലൻസ് ചെയ്ത് പോകാനാണ് ഇഷ്ടം. കാരണം നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ പോയി, അവരുടെ വീട്ടിലെ കാര്യം അവർ നോക്കും. നമ്മളെന്തിനാണ് അതിൽ ഒരുപാട് ഇവോൾവ് ആണ്. അതെന്താ മലയാളികളുടെ ഒരു ഇത് തന്നെയാണ്. മോളെ വീട്ടിൽ അപ്പുറത്തെ വീട്ടിൽ കണ്ടിട്ടുണ്ടാ നോക്കിക്കേ, ആ അമ്മ അവിടെ ഇല്ല, ആ അപ്പൊ കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. എന്നാ നമ്മള് നമ്മുടെ നൈബേഴ്സായിട്ടൊരു ഇന്ററാക്ഷൻ വേണം. നമുക്ക് വല്ല പെട്ടെന്ന് എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും ആണെങ്കിൽ അവരെ ഉണ്ടാവുള്ളൂ. ചേച്ചിയുടെ കോൺസെപ്റ്റ് പ്രൈവസി വേണം, എന്നാലും ഇത്തിരി സോഷ്യൽ ലൈഫ് ഒക്കെ ഉണ്ടാകണം. നൈബേഴ്സായിട്ട് ഇന്ററാക്ട് ചെയ്യണം നമ്മ. എന്നാലും ഭയങ്കരോട്ട് സോഷ്യൽ ലൈഫ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. എല്ലാരും ഭയങ്കരോട്ട് നമ്മുടെ ലൈഫിൽ ഇടപെടൂലേ, അത് ആർക്കും ഇഷ്ടപ്പെടില്ല. അവരുടെ കാര്യം നോക്കി പോയാ പോരെ, സ്വന്തം കാര്യം, സദാചാരം അങ്ങനത്തെ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ കാര്യം ആയിക്കോട്ടെ. ആർ യു ഓൾവേസ് ബിസി? ഞാൻ ഇയാക്കാൻ കൂടുതൽ ഫ്രണ്ട്സ്. അപ്പൊ ഏതിനെ നോക്കിയാലും ഫോൺ വിളി ഇത് മാത്രമേ ഉള്ളൂ. അമ്മ പറയാറുണ്ട്, എന്താണ് ഏത് നോക്കിയാ ചേച്ചിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് അഫ്ഷാൻ എന്ന് പറയുന്നത്. പുള്ളിക്കാരത്തായിട്ട് എപ്പോഴും സംസാരിച്ചിരിക്കും. എനിക്ക് അങ്ങനെ എനിക്ക് കോൺഫറൻസ് എനിക്ക് കോളേജ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്. പിന്നെ ഞാൻ 10 വരെ ഒരു സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് +1 +2 വേറെ സ്കൂളിലായിരുന്നു. അങ്ങനെ ഇപ്പൊ കോളേജിലാണ്. ഇല്ല ഇല്ല, +1 +2 സ്കൂളിൽ എനിക്ക് ഞാൻ ഇപ്പൊ ഒരാളായിട്ട് മാത്രമേ, എൻ്റെ ലോങ് ടേം ഫ്രണ്ടാണ് അസ്മിത എന്ന് പറയണ പുള്ളിക്കാരത്തിയായിട്ട് മാത്രമാണ് ഫ്രണ്ട്ഷിപ്പ് ഇപ്പൊ കീപ്പ് ചെയ്യണത്. മറ്റുള്ളവര് പോരാന്നല്ല, എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടം പുള്ളിക്കാരത്തിനെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിൻസിയാരിറ്റി, ഹൗ ജെന്യുവിൻ ഷീ ഈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെയല്ല. എന്നെ ഹെൽപ്പ് ചെയ്യണതും എന്നെ ഒരു താങ്ങും തണലുമാണ്. അല്ല ശരിക്കല്ലേ, ഞാൻ ശരിക്കും പറഞ്ഞാണ്. എനിക്ക് അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പാണ് എനിക്കിഷ്ടം. അല്ലാതെ ഞങ്ങൾ രണ്ടുപേരും +1 +2 ഞങ്ങളുടെ ക്ലാസ്സിൽ 60 പേരുണ്ടായിരുന്നു. ഏതാ? ശ്രേയ, ആഗിന, അസംത, ഇവരായിരുന്നു എന്റെ ഫ്രണ്ട്സ്. നിൽഹ, ഇവരായിരുന്നു എന്റെ ഫ്രണ്ട്സ്. ഇവരൊക്കെ എനിക്ക് അങ്ങനത്തെ പിള്ളേരെ എനിക്ക് ഇഷ്ടം. ഇല്ല ഇല്ല, ഡിഗ്രിയിലെത്തുമ്പോ നമ്മുടെ ഏജ് മാത്രല്ല, കുറച്ചും കൂടി പ്രായമുള്ളവര്, കുറച്ചും കൂടി മെച്യൂരിറ്റി എത്തിയ പിള്ളേരും ഉണ്ട്. അപ്പൊ അവരായിട്ടൊക്കെ നല്ല കൂട്ടാണ്. ബിസി എന്ന് പറയാൻ അത്ര ബിസി, ഞാൻ ബിസി ഒന്നും ആയില്ല. ചേച്ചി ആയിരിക്കും നേരെ ബിസി. ഒരു കാര്യം നമ്മ പറഞ്ഞവള് കേൾക്കൂല, ഫോണിൽ കുത്തിക്കൊണ്ടേ. ഇല്ല, ഞാൻ പാട്ടോ അല്ലെങ്കിൽ കേട്ടോണ്ടിരിക്കും. നിങ്ങൾ എന്നെ കാണാറുണ്ടെങ്കിൽ, ഞാൻ ഫോൺ കുത്തി കാണാറുണ്ടെങ്കിൽ ഞാൻ അതിലൊന്നും ചെയ്യണില്ല. വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി സ്ക്രോൾ ചെയ്തിരിക്കണേയിരിക്കും. നിങ്ങൾക്ക് അടുത്തൊന്നും അറിയായിരിക്കും. ഞാൻ അത് ബിസിയാന്ന് കാണിക്കാൻ വേണ്ടി സ്ക്രോൾ ചെയ്തിരിക്കണ ആൾക്കാരാണ് പൊതുവെ. ഒന്നും ഉണ്ടാവൂല, ആരും മെസ്സേജ് അയക്കൂല. ചേച്ചിയുടെ വാട്സപ്പ് എടുത്ത് നോക്കിയാ അറിയാം. ഓ എത്ര 300 something മെസ്സേജ് ഉണ്ട് തുറന്നു നോക്കാൻ. പുള്ളിക്കാരി നോക്കൂല മെസ്സേജ്. അങ്ങനത്തെ ഒരു ടൈപ്പ്. വീഡിയോ കോൾ ചെയ്തിട്ട് ആ കാര്യം ചെയ്യ്, ഈ കാര്യം ചെയ്യ്, ഫുഡ് റെഡി. ഇപ്പൊ അങ്ങനത്തെ സെറ്റപ്പ് ആണല്ലോ വന്നത്. തൊട്ടപ്പുറത്തെ റൂമിലേക്ക് മോളെ ഫുഡ് റെഡി, ബ്രേക്ക്ഫാസ്റ്റ് റെഡി, വാ കഴിക്കാം. ഇപ്പൊ അങ്ങനെയാണ് കോൾ ചെയ്ത. വാട്സപ്പ് ഗ്രൂപ്പ് എടുക്കും, ഫുഡ് റെഡി. അപ്പൊ ഡൈനിങ് ടേബിളൊക്കെ വരും. അങ്ങനത്തെ. അപ്പൊ ഓക്കെ, ഷീസ് ടോട്ടലി ബിസി. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഐ വുഡ് സേ യെസ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ
ആ എനിക്ക് വരാറുണ്ട്. ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്, അവിടെ നോക്കി നിക്കാറുണ്ട്. നോക്കി അത് ഞാൻ മന്നിച്ചിക്കടേക്കും നോക്കിക്കടല്ല. എനിക്കുള്ളിൽ സങ്കടം വരാറുണ്ട്, ഞാൻ പറയാറുണ്ട്. അല്ല അല്ല എനിക്ക് ഇല്ല താങ്കൾ എനിക്ക് ഉള്ളില് വിഷമം വരാറുണ്ട്. ഇല്ല ഇല്ല ഞാൻ ഒരു പപ്പട ചോറ് കഴിച്ചങ്ങോട്ട് തീർക്കും. മറ്റേ ആരാ പറയണത്, ഇന്നസെന്റ്. എനിക്ക് വിഷമം വന്നില്ല, ഞാൻ പപ്പടം കാച്ചു അതേപോലെ. ഇല്ല എനിക്ക് ഉള്ളില് വിഷമം വരും, ഞാൻ പുറമെ കാണിക്കില്ല. എന്റെ ഫ്രണ്ട്സിന്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ മരിച്ചപ്പോ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഉള്ളില്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ്. തന്റെ ആരോ ചേച്ചിയുടെ ആരോ അത്ര ഇന്റിമേറ്റ് ആയുള്ളൊരു അമ്മയൊക്കെ അറിയുമ്പോ എനിക്ക് ഭയങ്കര വിഷമവും, അമ്മയൊക്കെ സങ്കടപ്പെടുമ്പോ എനിക്ക് ഭയങ്കര വിഷമവും. അങ്ങനത്തെ ഒരു ഇതുണ്ട്. താനും കാര്യമ്പോ എനിക്ക് ഉള്ളില് വിഷമമുണ്ട്, ഞാൻ പുറമെ കാണിക്കൂല. നമ്മളങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. ഇല്ല 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 ഞാൻ ചോദിക്കട്ടെ. Do you like solving complex problems? അത്രയും പ്രോബ്ലംസ് വരാറില്ല അല്ലേ? അത് നമ്മ തമ്മിലല്ല പൊതുവെയുള്ള കാര്യമാണ്. തന്റെ ലൈഫിൽ എന്തെങ്കിലും അങ്ങനത്തെ പ്രോബ്ലംസ്? ഞാൻ എന്റെ ലൈഫിലും അങ്ങനെ ഇല്ല. നാളത്തേക്ക് വേണ്ടി പേടിച്ച് ജീവിക്കുന്ന ഒരാൾ തന്നെയാണ്. നാളെ സംഭവിക്കുമെന്ന് എല്ലാവർക്കും ഒരു പേടിയുണ്ട്. എന്നാലും എനിക്ക് അത്രയും കോംപ്ലക്സ് പ്രോബ്ലംസ് ചിലതൊക്കെ വിഷമമായ ഞാൻ കരഞ്ഞു തീർക്കും. അങ്ങാട് അത്രേ ഉള്ളൂ, കരഞ്ഞു തീർക്കും. പാരന്റ്സ് കൂടെ ഉള്ള കാരണം എനിക്ക് അത്ര വിഷമിക്കേണ്ടി വന്നിട്ടില്ല. ഇല്ല അതിനെ കൗണ്ട് ചെയ്യണ്ട, പാരന്റ്സിന് മാത്രം കൗണ്ട് ചെയ്താൽ മതി. ഇല്ല ചേച്ചി എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഞാൻ അങ്ങനെ തല്ലി പിടിച്ച് കുറെ കാര്യങ്ങൾ പറയുമെങ്കിലും ചേച്ചി എന്റെ വിഷമഘട്ടത്തിലൊക്കെ എപ്പോഴും കൂടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എടുത്താ പൊങ്ങാത്ത മലയാളമൊക്കെ പറയണ്ടല്ലേ. വെൽക്കം ചെയ്യണോ ഇഷ്ടമാണോ? ആ ഞങ്ങളുടെ ഫാമിലിയും അത്യാവശ്യം എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയായിരിക്കും. വന്ന് എന്തെങ്കിലും കഴിപ്പിച്ചിട്ടൊക്കെ വിടുള്ളൂ, അങ്ങനത്തെ ഒരു ഇതാണ്. എന്റെ അമ്മയും എല്ലാരും അങ്ങനെയാണ്, തീറ്റിച്ചിട്ടേ വിടുള്ളൂ. ഇവിടെ കഴിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങള് കണ്ടറിയാലോ. ഞങ്ങളുടെ ഫാമിലി മൊത്തം എനിക്ക് ഫ്രണ്ട്സ് എല്ലാരും എന്റെ വീട്ടിൽ വന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ആളാണ് ഞാൻ. ചേച്ചിക്കാ? ഇവിടത്തിനൊക്കെ കൊറേ എണ്ണം വരും ഫ്രണ്ട്സ്. അമ്മ ഇത്ര പേരുണ്ടായ ഞാൻ പറയാ പോലില്ലത് അവര് വന്നെന്ന്. ഇവിടെ പിന്നെ അമ്മയും അമ്മാമിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സിനൊക്കെ, അപ്പൊ അവര് വരാറൊക്കെ ഉണ്ട്. അങ്ങനത്തെ നമ്മൊരു കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് നിർത്താം കേട്ടോ. ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ ഇട്ടിട്ടുണ്ടാവും ഞങ്ങൾ എങ്ങനത്തെ ഇതാണ്. How often do you travel? Traveling experiences എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? പിന്നെ എനിക്ക് ട്രാവലിംഗ് എനിക്കിഷ്ടം. ഞാൻ ട്രെയിനിൽ അങ്ങനെ കയറിയിട്ടില്ല. ഒരു പ്രാവശ്യം എന്തോ അമ്മയിട്ട് എന്തോ കയറിയിട്ടുള്ളൂ. എനിക്ക് ഫ്ലൈറ്റിൽ പോകണമെന്നുണ്ട്. ഫ്ലൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുമല്ല, കുറച്ചും കൂടി യാത്ര ചെയ്യാൻ പറ്റിയ സ്ഥലം. എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ട്രാവലറിൽ കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അങ്ങനത്തെ ഡെസ്റ്റിനേഷനാണ്. ഇന്ത്യക്കുള്ളിലാണെങ്കിൽ ഗോവ എനിക്കിഷ്ടമാണ്. പിന്നെ മണാലി പോണം. അതല്ലാണ്ട് എനിക്ക് ബീച്ച് പ്ലേസസ് എനിക്ക് ഇഷ്ടമാണ്. മാൽഡീവ്സും മൗറീഷ്യസ്. അതൊരു മിനി ഗോവയാണ്, കേരളത്തിലുള്ള ഒരു മിനി ഗോവ. എനിക്ക് പോകണമെന്നാണ്, ഞാൻ പോയിട്ടില്ല. ഒരു ദിവസം പോണ്ടേ. അപ്പൊ ഹൗ ഓഫൻ ഡു യു ട്രാവൽ? നമ്മ അങ്ങനെ ഒറ്റക്കൊന്നും പോയിട്ടില്ല. നമ്മ പാരന്റ്സിന്റെ കൂടെ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ പെട്ടെന്നൊന്നും
ഇല്ല ട്രാവലിംഗ് ആണെങ്കിൽ വേറെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്, മൈസൂര് അങ്ങനത്തെ സ്ഥലത്ത്. എനിക്ക് പിന്നെ സ്കൂളിലൊക്കെ കൊണ്ടുപോകണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ. കാരണം ഫ്രണ്ട്സ് ആയിട്ട് നമ്മ ആ പ്രായത്തിലൊന്നും ഒറ്റക്കൊന്നും എവിടെ പോകില്ലല്ലോ, അപ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് പോകണൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പിന്നെ വാട്ടർ തീം പാർക്കൊക്കെ വിഗലാൻഡ് പോലത്തെ അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് പേടിയുണ്ട്, ഞാൻ കരയാറില്ലേ ഓരോരോ ഇതില് കയറിയിട്ട്. ചേച്ചി Do you prefer familiarity or unfamiliarity? എന്താണ് ഫെമിലാരിറ്റി ആണോ അൺഫെമിലാരിറ്റി ആണോ? ഫേമസ് ആകാനാണോ അല്ലെങ്കിൽ നോർമൽ ലൈഫ് ആണോ എനിക്ക് ഇഷ്ടം? നോർമൽ ലൈഫ്. സത്യം പറഞ്ഞോ? നോർമൽ ലൈഫ്. സത്യം നോർമൽ ലൈഫ്. ഇല്ല പഠിപ്പിച്ചോട്ടെ. ഒരു 2003 ഇല്ല, എനിക്ക് കുറച്ച് ഫേമസ് ആകാൻ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എന്താണ് ഇഷ്ടമല്ലാത്ത പ്രൈവസി പോകും. എനിക്ക് അങ്ങനത്തെ കാര്യം, എനിക്ക് പുറത്തൊക്കെ കറങ്ങാവുന്ന ഫോട്ടോഗ്രാഫ് വരുമോ, എനിക്ക് അങ്ങനത്തെ സംഭവം ഒന്നും ഇഷ്ടമല്ല. എന്തിനി പിന്നെ ആർക്കും അറിയാം. ഓക്കെ ഞാൻ ചോദിക്കട്ടെ. ആ പറ. രാവിലെ ഇഷ്ടമെന്ന് പറയായിരിക്കും. ഓക്കെ ഞാൻ ചോദിക്കട്ടെ. ഡു യു ലൈക്ക് ബീങ് പുഷി? എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യം, നമ്മ നല്ലതിന് വേണ്ടി പുഷ് ചെയ്യണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മനസ്സിലായ? അല്ലാണ്ട് അത് ഇത് കുറച്ചുകൂടി ഇതാവണ എനിക്ക് ഇഷ്ടമല്ല. വീട്ടിൽ ഇവിടെ ഭരിക്കണത് അമ്മയും അപ്പയും അമ്മാമ്മയും തന്നെ ഞാനാണ്. ഓരോരോ കാര്യം പറയണത് എനിക്ക് ഇഷ്ടപ്പെടില്ലെങ്കിലും കുറച്ച് ഇതാണ്. എനിക്ക് ദേഷ്യം കിടും ഇടക്ക്. ഇങ്ങനെ നമ്മ ഇരിക്കണേ അയാള് ചെയ്യൂല, എന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കും. ഇല്ല, അമ്മ ഇയാളോടായിരിക്കും ചെയ്യാൻ പറയണത്, ഒന്ന് പാത്രം കൈ വെക്കടി. പക്ഷെ അപ്പൊ തന്നെ എന്നോട് പറയും ചെയ്. തന്നോടല്ലേ അമ്മ പറഞ്ഞത്, എന്നിട്ട് താൻ ചെയ്യാത്ത എന്താ? മറ്റേ അമ്മൂമ്മമാരല്ലേ. ഇനി നമുക്കൊരു 2 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Okay, next question. Are you generally passionate about social causes? സോഷ്യൽ കോസസ് ഇപ്പൊ നമ്മളൊരു മെയിൻ പ്രോബ്ലം സോഷ്യൽ കോസ് എന്ന് പറയുന്നത് മുല്ലപ്പെരിയാറായിരിക്കും. ഇല്ല, ഞാൻ പറയട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് കൺസേൺ ആവണം. നമ്മൾ ഇവിടെ ജീവിക്കണവരാണ്, നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ വേണം. നമ്മൾ മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരിക്കണ മുമ്പ് അതിനെക്കുറിച്ച് റീസർച്ച് ചെയ്യണം, എന്താണ് ശരിക്കും പ്രോബ്ലം. അല്ലാണ്ട് വെറുതെ പക്ഷെ മുല്ലപ്പെരിയാറാണ് ശരിക്കും പ്രോബ്ലം, പക്ഷെ അതിനെക്കുറിച്ച് അങ്ങോട്ട് കൂടുതൽ സംസാരിക്കണില്ല. അതാണ് ജീവന് പേടിയുണ്ട്. പിന്നെ അല്ലാണ്ട് ഓരോ ഇപ്പൊ എനിക്ക് മുല്ലപ്പെരിയാറിന്റെ മാത്രമാണ് സജഷൻ വന്നത് ഇപ്പൊ വീഡിയോസ് എല്ലാം. നമ്മ അതിനെ കുറിച്ച് കൺസേൺ ആവണമെന്നാണ് എന്റെ ഒരു ഇത്. ഇല്ല, കോവിഡിനെ പറ്റി നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. കുറെ വർഷം ഉണ്ടാവുമെന്നാണ് എന്റെ ഒരു ഇത്. കുറച്ച് വർഷം എന്തായാലും ഉണ്ടാവും, പൂർണ്ണമായിട്ടും പോകൂല, എവിടെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ കോവിഡ് ഒക്കെ തന്നെ എപ്പോഴും ന്യൂസിൽ അതിനെ കുറിച്ചൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളൊരു അവയർനെസ് ഉണ്ട്, കാരണം നമ്മുടെ തൊട്ടടുത്ത് വരെ ഈ സംഭവം വന്നിട്ടുള്ളതാണ്. അപ്പൊ ഈ മുല്ലപ്പെരിയാറിനെ പറ്റിയാണെങ്കിൽ നമ്മൾ കുറച്ച് കൺസേൺ ആവണം. നമ്മുടെ ജീവൻ നമ്മളെ കുറിച്ചല്ലേ സംസാരിക്കേണ്ടത്. നമ്മളെ കുറിച്ച് നമ്മളെ സംസാരിച്ചാലേ നമുക്ക് അവരെന്തെങ്കിലും വില വരുള്ളൂ. അപ്പം അങ്ങനെ സോഷ്യൽ കോസിനെ പറ്റി ഇങ്ങനെയാണ്, അല്ലാതെ വേറെ കാര്യമൊന്നും ഇതല്ല. സോളാർ തട്ടിപ്പ് കേസിലൊന്നും ഞാനൊന്നും ഇൻവോൾവ് ആവൂല, അതിനെപ്പറ്റി ഒന്നും ചർച്ച. അല്ല, ഇപ്പൊ കൂടുതൽ വന്ന സോഷ്യൽ കോസ് എന്ന് പറഞ്ഞാൽ വല്ല പ്രേമ നൈരാശ്യം വന്ന് കൊല്ലണം. ഇല്ല, അതൊക്കെ എന്തിനാണ് വെറുതെ എന്താണ് വെറുതെ ആരോ ഇഷ്ടമല്ല എന്നും പറഞ്ഞ് ചാവാൻ നോക്കണൊക്കെ വെറുതെ പാരന്റ്സ് എന്തോരം വിഷമിക്കും. പിന്നെ സ്ത്രീധനം, ഡൗറിനെ കുറിച്ച് എന്തോരം കേസുകളാണ്, അതേക്കുറിച്ച് ഞങ്ങൾ പറയാം. ഇപ്പൊ എന്റെ പാരന്റ്സിന് തന്നെ ഇപ്പൊ ഒരു കൺസേൺ ആണ് ആ കാര്യം. കാരണം ഇപ്പൊ കൊറേ കേസ് അമ്മേനെ പറഞ്ഞു ഇത് എന്ത് വിശ്വസിച്ച് കെട്ടിച്ച് വിടുന്നൊരു ആയിപ്പോയി. ഇല്ല ഇവിടെ തന്നെ നിർത്തും.
അപ്പൊ ഞങ്ങളുടെ പാരന്റ്സിന് ഞങ്ങൾ 2 പെൺമക്കളാണ്. അപ്പൊ അവർക്കൊരു ടെൻഷൻ ഉണ്ടാവും, ഇതെന്താ എല്ലാം ആലോചിച്ചിട്ട് വേണം നിങ്ങളെ മക്കളെ കെട്ടിക്കാൻ എന്നാണ് എൻ്റെ ഒരു ഇത്. നമ്മ ആ പരിസരം മൊത്തം നോക്കണം. ചെക്കൻ്റെ ജോലി മാത്രമല്ല നോക്കണ്ട, ചെക്കൻ്റെ സ്വഭാവം എങ്ങനെയാണ്, വീട്ടുകാരുടെ സ്വഭാവം എങ്ങനെയാണ്. ഇപ്പൊ ചെക്കൻ നല്ലായാലും വീട്ടുകാർ പോയാ പോയി, ആ ജീവിതം പോയി. അങ്ങനെ ഒരു ഇതാണ്. അമ്മ ഇപ്പൊ ആരാ പറയുന്നത്, ഇപ്പൊ അമ്മ ആലോചിക്കണ്ടാവും. ഇല്ലല്ലേ, ഞാൻ പാത്രം താനല്ലേ പാത്രം കഴിക്കാത്ത, ഞാൻ വരെ പാത്രം കഴിക്കും. ഞാൻ വഴക്ക് പറയും, എനിക്ക് അങ്ങനത്തെ കാര്യമൊക്കെ ദേഷ്യമാണ്. What do you consider your greatest achievement in your life? Greatest achievement. ഇനിയും അച്ചീവ് ചെയ്യാനുണ്ട് ലൈഫിൽ, എന്നാലും ഈ ഒരു ഇതില് ഞാൻ വിചാരിച്ചില്ല ടാക്ക്. അയാൾ കുറച്ച് പഠിക്കാൻ കുറച്ച് ബാക്കോട്ടെ, പക്ഷെ അയാൾക്ക് 80% ഉണ്ടായിരുന്നു മാർക്ക്. ഞാൻ ഞെട്ടിപ്പോയി. പ്രിൻസിപ്പലിനൊക്കെ ഭയങ്കര സന്തോഷം. ഇവള് ഭയങ്കര ആണല്ല, 80% എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അമ്മ ആലോചിക്കാണ്ട് പെട്ടെന്ന് വന്ന ഒരു കാര്യമാണ് അച്ചീവ്മെന്റ്. പിന്നെ അവര് വെറുതെ ഇട്ട് കൊടുത്താണ് മാർക്ക്, എന്തോ കൈക്കൂലി കൊടുത്തെന്ന് തോന്നുന്നു, എന്നിട്ടാണ്. അപ്പൊ വലിയ എക്സാമിനും പഠിക്കൂല അല്ലേ? ഇല്ല. അപ്പൊ ഓക്കെ, ഉണ്ട് എന്റെ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ്. വേണ്ട, ഇല്ല. എന്റെ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് ഇതുവരെ ഉണ്ടായോ? ആയിട്ടില്ല. എനിക്ക് കുറച്ചും കൂടി ഡാൻസ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്, അതാണ് എന്റെ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ്. അതാണ് എന്റെ ഒരു ഇത്. What steps do you take to remain calm under pressure? Come on. മൈൻഡ് ചെയ്യാതെ എന്നാ പോരെ. അങ്ങനല്ല, വേറെ ഞാൻ നീണ്ടും വന്നാ ഞാൻ മൈൻഡ് ചെയ്യൂല. താഹ ഒച്ചെടുത്താലും ഞാൻ മൈൻഡ് ചെയ്യൂല, മിസ്സുമാരെ ഒച്ചെടുത്താലും ഞാൻ മൈൻഡ് ചെയ്യൂല. ഇല്ല, ഇടക്ക് പെട്ടെന്ന് ആദ്യമൊക്കെ ഞാൻ കരയും, പൊട്ടിക്കരയും. പിന്നെ ഞാൻ വിചാരിക്കും എന്തിനാണ്, അത് അതിന്റെ വഴിക്ക് വിട്ടാൽ മതി. എല്ലാന്റെ ലൈഫിലൊരു ഇതുണ്ടാവും, എന്തെങ്കിലും വർക്ക് പ്രഷർ. പിള്ളേർക്കാണെങ്കിൽ പഠിക്കണം, വീട്ടുകാർക്കാണെങ്കിൽ ഹൗസ് വൈഫ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ വീടിന്റെ കാര്യങ്ങളും, അങ്ങനെ എല്ലാവർക്കും ഓരോ പ്രോബ്ലം ഉണ്ടാവും. അത് ഒരു വഴിക്ക് പോയിക്കും. നമ്മൾ അതിനെ കുറിച്ച് കൺസേൺ ആവേണ്ട കാര്യമൊന്നുമില്ല. തന്റെ എന്താണ് അഭിപ്രായം? എന്തോ വലിയൊരു കാര്യം പറയാം എന്നെ പോലെയുള്ള. പോവാറില്ല, പിന്നെന്താ? പോകാറില്ല, തോന്നലോ അത്ര. പിന്നെ ഞാൻ യോഗ ചെയ്യും, എക്സസൈസ് ചെയ്യണം. വെറുതെ തള്ളലാണ്, ബുക്കൊന്നും വായിക്കാറ് കൂടിയില്ല. കോളേജ് പിന്നെ അത് ബുക്ക് പോലും വായിക്കാൻ ഇല്ല. മറ്റേ കോളേജ് പഠിക്കാനുള്ള പോലും തുറന്നു നോക്കാത്ത ആളാണ് പറയണത്. ഇല്ല, ഇപ്പൊ കുറച്ച് അത്യാവശ്യം എനിക്ക് തോന്നുന്നത് സപ്ലി കിട്ടണ ഒരു പേടിയുണ്ടെന്ന് തോന്നുന്നു. അതാണ് ഇപ്പൊ അത്യാവശ്യം പഠിക്കാറുണ്ട്. പിന്നെ 3rd ഇയർ ആണ്, അതുകൊണ്ട് പഠിക്കാൻ കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ട് ഇപ്പൊ കുറച്ച് ഫോക്കസ് ആവണുണ്ട്, എനിക്കൊരു പുരോഗമനം ഉണ്ട്. ഇല്ല, എനിക്ക് പഠിക്കണമെന്നുണ്ട്. പക്ഷെ എക്സാമിന്റെ തലേ ദിവസം പഠിക്കൂലേ, അങ്ങനെ ചെയ്യിക്കാറൊക്കെ ഉണ്ട്. എക്സാമിന്റെ തലേ ദിവസം എനിക്ക് ഭയങ്കര പേടിയായിരിക്കും, ഉറങ്ങുമ്പോ ഇതായിരിക്കും ആലോചന. അയ്യോ ക്വസ്റ്റ്യൻ വരും. ഈ ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചാൽ നമുക്ക് വൈഡപ്പ് ചെയ്യാം കേട്ടോ ഈ സെക്ഷൻ. If you could only change one thing about yourself, what would it be? എന്റെ കാര്യത്തിലോ? തന്റെ കുറച്ച് എന്തെങ്കിലും ഒരു കാര്യം ചേഞ്ച് ചെയ്യാം. ഇത് കൊള്ളായിരുന്നു.
ഫിസിക്കൽ അപ്പിയറൻസ് അല്ലാതെ അത് പറ്റൂലല്ലോ ഇനി ഫിസിക്കൽ ചേഞ്ച് ചെയ്യാനൊന്നും. ഫിസിക്കൽ അപ്പിയറൻസ് ആണെങ്കിൽ എന്തായിരിക്കും ചേഞ്ച് ചെയ്യാൻ പോണോ? കുറച്ച് വണ്ണം കുറഞ്ഞ കൊള്ളാമെന്നുണ്ടായിരുന്നു. അല്ല ഏതെങ്കിലും ഒരു പാർട്ട് പല്ലുകൊള്ളായിരുന്നു ഇങ്ങനെ, ചുണ്ടുകൊള്ളായിരുന്നു ഇങ്ങനെ. ചുണ്ടൊന്നും കുഴപ്പമില്ല. ആ പല്ല് ചുണ്ടു കുഴപ്പമില്ല. മുല്ലപ്പൂ ഇരിക്കണ ചുണ്ടു അയില വറുത്ത പോലെ ഇരിക്കണേ ചുണ്ടു എന്നിട്ട് പറഞ്ഞ കേട്ടാ. ഓക്കെ. പിന്നെ എന്നെ പറ്റി ചേഞ്ച് ചെയ്യാൻ ഫിസിക്കൽ പറഞ്ഞില്ലല്ലോ. ഫിസിക്കൽ ചേഞ്ച് പല്ലും നല്ല ഭംഗിയായിട്ട് ചിരിക്കുമ്പോ തന്നെ വെട്ടിത്തിളങ്ങുന്ന പോലത്തെ പല്ല്. വെട്ടി തുടങ്ങും. വേറെന്ന് പറഞ്ഞാ ആദ്യം പല്ലേക്ക് അപ്പൊ വെട്ടി തുടങ്ങും. കുറച്ചും കൂടി എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആകണമെന്നുണ്ട്. അങ്ങനത്തെ എല്ലാ കാര്യത്തിലും കുറച്ച് ആക്റ്റീവ് ആവണോന്ന്. അതല്ലേ ആവശ്യത്തിന് ആക്റ്റീവ് ആണ്, എന്നാലും കുറച്ചും കൂടി ആക്റ്റീവ് ആവണം. പിന്നെ കുറച്ചും കൂടി എല്ലാവരോടും ഇന്ററാക്ട് ചെയ്യണമെന്നുണ്ട്. ഷൈ ടൈപ്പ് അല്ലേ, അപ്പൊ ഷൈ ടൈപ്പ് ആവുമ്പോ നമുക്ക് അധികം കൂട്ടുകാരുണ്ടാവുന്നില്ലേ? തനിക്ക് കുറെ കൂട്ടുകാരുണ്ടല്ലോ. അവര് കേക്കണ്ട. എനിക്ക് ഫിസിക്കൽ അപ്പിയറൻസ് ആണെങ്കിൽ എനിക്ക് കണ്ണ് കുറച്ച് വലിയ കണ്ണാവണമെന്നുണ്ട്. ഇല്ല ഇല്ല ഞാൻ ചിരിക്കുമ്പോ കണ്ട കണ്ണ് കാണുള്ള ഇപ്പൊ ഇല്ല എനിക്ക് ചെറിയ കണ്ണാണ്. അപ്പൊ ചിരിക്കുമ്പോ ഇപ്പൊ ട്രോള് വരും. അപ്പൊ ചിരിക്കുമ്പോ ഇങ്ങനെ കാണൂല കണ്ട. ഇല്ല ചിരിക്കുമ്പോ കണ്ണ് കാണൂല, കണ്ണുണ്ടെന്നേ അറിയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എനിക്ക് ഐബ്രോസ് ഇഷ്ടമാണ്. എന്റെ ഐബ്രോസ് എനിക്ക് എന്റെ ഐബ്രോസ് ഇഷ്ടമാണ്. എന്റെ പല്ല് ഇഷ്ടമാണ്. ഇല്ല നല്ല എല്ലാരും ചോദിക്കും പല്ലി കമ്പ്യൂട്ടർ ഉണ്ട്. ഞാൻ കമ്പ്യൂട്ടർ ഒന്നും ഇട്ടിട്ടില്ല. എന്റെ കറക്റ്റ് ലെവലിലാണ് ഇരിക്കണം. എനിക്ക് ആ കാര്യം ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഐബ്രോസ് ഇഷ്ടമാണ്. പിന്നെ എന്റെ ഹൈറ്റും ഇഷ്ടമാണ്. അത്യാവശ്യം പെണ്ണുങ്ങൾക്ക് ഹൈറ്റ് ആട്ടെ. എനിക്ക് ഒരു 5'7" ഒക്കെ ഉണ്ടല്ലോ. 5'6" ഒക്കെ ഉണ്ട്. 5'7" ഒക്കെ ഉണ്ട്. തന്നെ ബോഡിയെ കൊള്ളൂല. മുടിയാ എനിക്ക് തന്റെ ആണെങ്കി അങ്ങനെ ഒന്നും ഇല്ലാത്തോണ്ട് ഞാൻ ആലോചിച്ചിട്ട് വല്ല പറയാ. എനിക്കൊന്നും കിട്ടണില്ല. മൂക്ക് ഇഷ്ടമാണ്. എന്റെ മൂക്കിന് ഷേപ്പ് ഇല്ലാത്ത മൂക്കാണ്. അമ്മ പറയവളുടെ മൂക്ക് കൊടുക്കുമ്പോ നല്ല കട്ടിയാണ്. എന്റെ ആരോ മൂക്കിൽ ഇടിച്ച പോലെ ഉണ്ട്. ഇങ്ങനെ ഒട്ടിയാണ്. എനിക്ക് അങ്ങനത്തെ ഇഷ്ടമല്ല. കുറച്ച് ഷേപ്പുള്ള മൂക്ക് ഇഷ്ടമാണ്. മൂക്ക് ഇഷ്ടമാണ് ചേച്ചിയുടെ കാര്യത്തിൽ. എനിക്ക് അല്ലാണ്ട് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹം. എന്റെ ദേഷ്യം കുറച്ച് കുറക്കണമെന്നുണ്ട്. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു ആളായതുകൊണ്ട് എനിക്ക് ദേഷ്യം കുറച്ച് കുറക്കണമെന്നുണ്ട്. അതല്ലാണ്ട് ഐ ആം ഓൾ റൈറ്റ്, പെർഫെക്റ്റ്. ഓക്കെ ചേച്ചിക്കാ? എനിക്കും ആക്റ്റീവ് ആവണമെന്നുണ്ട് കുറച്ച്. ഇടക്ക് നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മുടെ മൂഡ് സിങ്സ് തന്നെയാണ്. പഠിച്ചാ കൊള്ളാന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളല്ല. എന്തെങ്കിലും അബദ്ധം പറ്റിയതോ എന്തെങ്കിലും അബദ്ധമേ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാം കൂടി ചേച്ചിയെ. പിന്നെ കൊറേ പേരുണ്ട് അങ്ങനെ കൊറേ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോ ഇടക്ക് നമുക്ക് നമ്മളെ എംബ്രേസ്ഡ് ആയ കാര്യങ്ങളൊക്കെ ചെയ്യൂലേ, അങ്ങനത്തെ അപ്പൊ നമുക്ക് ഇത് വൈഡപ്പ് ചെയ്യാം. ലൈക്ക് ക്വസ്റ്റ്യൻ ഒരു 10 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടുണ്ടാവും. 10 or more than 10 ഒക്കെ ആയിട്ടുണ്ടാവും. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ഞങ്ങൾ രണ്ടുപേരും ഷൈ ആണ്. പൊതുവെ പറയണെങ്കിൽ കുറച്ച് സംസാരിച്ച് വരാൻ ടൈം കിട്ടുന്ന ആളാണ്. പിന്നെ സംസാരിച്ച് വരുമ്പോൾ ഓക്കെയാണ്. പിന്നെ ഇത് കൺക്ലൂഷൻ ആയിട്ട് ഞങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി കൺക്ലൂഷൻ ആണ്. പിന്നെ എന്താ പറയണത്, സ്മാർട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഓക്കെ എന്നാ എനിക്ക് അത്ര ആക്റ്റീവ് ആവാനൊന്നും കഴിവില്ല എന്നല്ല, കഴിവുണ്ട്. എല്ലാവർക്കും കഴിവുണ്ട് കേട്ടോ. അവന്റെ അനുസരിച്ച് അങ്ങനെ പറയരുത്. നമ്മളെപ്പോഴും നമ്മൾ പറയണം വി ആർ ദ ബെസ്റ്റ് ഓൾ ഈസ് വെൽ എന്താണ് പറഞ്ഞത്? ഇല്ല. അപ്പൊ ഞങ്ങൾ കുറച്ച് ഷൈ ആണ്, അത്യാവശ്യം സ്മാർട്ടാണ്, ഇന്റലിജന്റ് ആണ്. അത് വേണ്ട. നെക്സ്റ്റ് അപ്പൊ അത്യാവശ്യം ഞങ്ങളെ അത്യാവശ്യം പ്രൗഡാണ്. എന്താണ് ഉള്ളിത്തട്ടി എല്ലാം പറയാനെന്നാണ് ഒരു ചിന്ത.
ഇല്ല നമ്മ പറ വി ആർ ദ ബെസ്റ്റ്. Okay, we are the best. എല്ലാരും പറയും വി ആർ ദ ബെസ്റ്റ്. We are the best. എന്തോ സമ്മേളനത്തിന് പോലെ അപ്പൊ ഇപ്പൊ നമുക്ക് ഇത് വൈഡപ്പ് ചെയ്യാം. ഇതാണ് പേഴ്സണാലിറ്റി ക്വസ്റ്റ്യൻസ് ഞങ്ങളുടെ. അപ്പൊ നിങ്ങൾ ഏകദേശം ഒരു ഐഡിയ ഇട്ടുണ്ടാവും ഞങ്ങൾ എങ്ങനത്തെ ഒരു ടൈപ്പ് ആൾക്കാരാന്ന്. അപ്പൊ ഞങ്ങള് പോഡ്കാസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് എവരി ട്യൂസ്ഡേ ആൻഡ് സാറ്റർഡേസ്. ചിലപ്പോ ഞങ്ങളുടെ വീഡിയോസിൽ കുറച്ച് ദിവസങ്ങൾ ഉണ്ടാവില്ല. ഇപ്പൊ അടുത്ത മാസമൊക്കെ അടുത്ത മാസം ആറായി. ഈ മാസം നവംബറില് എക്സാം സ്റ്റാർട്ട് ചെയ്യണത് കുറച്ച് റെഗുലർ ആവാൻ കുറച്ച് ടൈം എടുക്കും. എന്നാലും നമ്മൾ വീക്കെൻഡില് 2 പ്രാവശ്യം അപ്ലോഡ് ചെയ്യും വീഡിയോ. അത് നിങ്ങൾക്ക് സ്റ്റേ ട്യൂൺ ചെയ്യുക. പിന്നെ എന്താ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബൈ പറയാം. ബൈ.